ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് കേരളത്തിൽ. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കണ്ണൂരിൽ പ്രചാരണം നടത്തും. രാജ്യത്ത് ഇന്ധന വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും 5 കിലോഗ്രാം സിലിണ്ടറുകൾ ലഭിക്കാൻ മേൽവിലാസ രേഖ ഹാജരാക്കേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷം സങ്കീർണമാകുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതും ശിക്ഷ ലഘൂകരിക്കുന്നതും ഉൾപ്പെടെ 79 കേന്ദ്ര നിയമങ്ങളിൽ 784 ഭേദഗതികളുമായി ജൻവിശ്വാസ് ഭേദഗതി ബിൽ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വത്തിക്കാനിൽ ഈസ്റ്റർ ജാഗ്രതാ ശുശ്രൂഷയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാർപ്പാപ്പ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ. അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പരസ്യ പ്രചാരണത്തിന് വെറും 3 ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ എല്ലാ പഴുതുകളും അടച്ചുള്ള പ്രചാരണത്തിലാണ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിനിടെ ലഭിക്കുന്ന അവസാന അവധി ദിവസമായതിനാൽ പരമാവധി പേരെ നേരിൽ കാണാനായിരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ശ്രമിക്കുക. വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവസാനഘട്ട യോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കും. മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷാ ബേപ്പൂരിലെ റോഡ് ഷോ, കാട്ടാക്കടയിലെ പൊതുസമ്മേളനം എന്നിവ അടക്കം വിവിധ പരിപാടികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പീരിമേടും കൊട്ടാരക്കരയും അടക്കം വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് വാമനപുരം, വർക്കല തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തിരുവല്ലയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന ഊഷ്മളമായ ബന്ധം ദുഷ്കരമായ സമയങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ സഹായകമാകുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനസംഖ്യാ വർധന ഫലപ്രദമായി നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകൾ കുറയില്ലെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാം വിധം മൊത്തം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF പ്രചാരണത്തിനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തൃശൂരിലെത്തും. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ പ്രചാരണ പരിപാടികൾക്കായാണ് അദ്ദേഹം മാളയിലെത്തിച്ചേരുന്നത്. ഇന്നലെ ആലപ്പുഴയിലും എറണാകുളത്തുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. LDF ധർമ്മടം മണ്ഡലം സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. CPIM നേതാവ് പ്രകാശ് കാരാട്ട് ഇന്ന് കണ്ണൂർ ജില്ലയിൽ LDF പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും UDFനൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ കൂച്ച് ബെഹാറിലെത്തും. കൂച്ച് ബെഹാർ റാസ് മേള മൈതാനത്താണ് പ്രചാരണ പരിപാടി. കൂച്ച് ബെഹാർ ജില്ലയിലെ 8 സീറ്റുകളിലെയും അലിപൂർദ്വാർ ജില്ലയിലെ 5 സീറ്റുകളിലെയും BJP സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രചാരണം നടത്തും. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. DMK സഖ്യകക്ഷിയായ VCKയുടെ അധ്യക്ഷൻ തിരുമാവളവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അറിയിച്ചു. കാട്ടുമനാർകോവിലിൽ ഇദ്ദേഹം നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ശങ്കരൻ കോവിലിലും മുതുകുളത്തൂരിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതൽ അവസരങ്ങൾ ആഗ്രഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ L. മുരുകൻ കോയമ്പത്തൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
വികസിത ഭാരതമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മോത്തിഹാരിയിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിന്റെ പരിവർത്തന ശേഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി പരാമർശിച്ച ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികൾ അവരുടെ അറിവും വിവേകവും രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ വിനിയോഗിക്കണമെന്നും വ്യക്തമാക്കി. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതും ശിക്ഷ ലഘൂകരിക്കുന്നതും ഉൾപ്പെടെ 79 കേന്ദ്ര നിയമങ്ങളിൽ 784 ഭേദഗതികൾ വരുത്തി ജൻവിശ്വാസ് ഭേദഗതി ബിൽ. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതുൾപ്പെടെ മോട്ടോർ വാഹന നിയമത്തിൽ മാത്രം 20 ഭേദഗതികളുണ്ട്. 784 ഭേദഗതികളിൽ 717 എണ്ണം വ്യാപാര സൌകര്യം വർദ്ധിപ്പിക്കാനും 67 എണ്ണം ജനജീവിതം മെച്ചപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത്. കാലഹരണപ്പെട്ടതും അനാവശ്യമായതുമായ വ്യവസ്ഥകൾ ഒഴിവാക്കി 1000-ലേറെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധികൾ ഏകീകരിക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നു. ഇന്നലെ ഇറാനിലെ ബുഷേർ ആണവോർജ്ജ നിലയത്തിന് നേർക്കുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് വികിരണ അളവിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ആണവോർജ്ജ നിലയങ്ങളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്നും ഏജൻസി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ 4ാം തവണയാണ് ഇതേ ആണവോർജ്ജ കേന്ദ്രത്തിന് നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇറാന് നേർക്കുണ്ടായ ആക്രമണങ്ങളോട് ലോകരാജ്യങ്ങൾ മുഖം തിരിക്കുകയാണെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ തടസ്സരഹിതമായ ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പരിഭ്രാന്തി വേണ്ടെന്നും പെട്രോൾ, ഡീസൽ എന്നിവയുടെ അധിക സംഭരണം ഒഴിവാക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് ഇന്ധന വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. LPG വിതരണക്കാരിൽ നിന്ന് 5 കിലോഗ്രാം സിലിണ്ടറുകൾ ലഭിക്കാൻ മേൽവിലാസരേഖ ആവശ്യമില്ലെന്നും ഏതെങ്കിലും ID പ്രൂഫ് കാണിച്ച് അവ വാങ്ങാവുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 23 മുതൽ 5 കിലോഗ്രാം ഭാരമുള്ള 5,70,000 സിലിണ്ടറുകൾ വിറ്റഴിക്കപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ മാത്രം ഏകദേശം 51 ലക്ഷം ഗാർഹിക സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. PNG, ഇൻഡക്ഷൻ, ഇലക്ട്രിക് കുക്കറുകൾ അടക്കമുള്ള ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ 5 ഇന്ത്യൻ പൌരന്മാരിൽ 4 പേരെ ഡിസ്ചാർജ് ചെയ്തതായും ഒരാൾ ചികിത്സയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കുരിശുമരണത്തിന്റെ 3ാം നാൾ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്റെ ആദ്യ ഈസ്റ്റർ ജാഗ്രതാ ശുശ്രൂഷയോടെ ലിയോ 14 മാർപ്പാപ്പ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളിൽ മനുഷ്യർ തകർന്നു പോകരുതെന്ന് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശത്തിൽ പരാമർശിച്ചു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. കുരുവികളെയും പക്ഷി സംരക്ഷണത്തെയും സംബന്ധിച്ച് പ്രകൃതി കി ബാത് ആകാശവാണി കെ സാത്ത് എന്ന പരിപാടി ഇന്ന് രാവിലെ 10:30 FM ഗോൾഡിൽ കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 റൺസ് ജയം. അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന്റെ 211 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് ലക്ഷ്യം കാണാനായില്ല. മറുപടി ബാറ്റിംഗിൽ 8 വിക്കറ്റിന് 204 റൺസാണ് ഗുജറാത്തിന്റെ നേട്ടം. രാജസ്ഥാനായി ധ്രുവ് ജൂറൽ 75 റൺസും യശസ്വി ജയ്സ്വാൾ 55 റൺസും വൈഭവ് സൂര്യവംശി 31 റൺസും നേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇന്ന് കേരളത്തിൽ. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കണ്ണൂരിൽ പ്രചാരണം നടത്തും. രാജ്യത്ത് ഇന്ധന വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും 5 കിലോഗ്രാം സിലിണ്ടറുകൾ ലഭിക്കാൻ മേൽവിലാസ രേഖ ഹാജരാക്കേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം.
പശ്ചിമേഷ്യൻ സംഘർഷം സങ്കീർണമാകുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതും ശിക്ഷ ലഘൂകരിക്കുന്നതും ഉൾപ്പെടെ 79 കേന്ദ്ര നിയമങ്ങളിൽ 784 ഭേദഗതികളുമായി ജൻവിശ്വാസ് ഭേദഗതി ബിൽ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വത്തിക്കാനിൽ ഈസ്റ്റർ ജാഗ്രതാ ശുശ്രൂഷയുടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാർപ്പാപ്പ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.